നമ്മുടെ പൊതിച്ചോറിൻ്റെ എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടയരി ചോറ് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ റോസ്റ്റ് പോലെ ആക്കിയെടുത്തത്, ചുട്ടരച്ച തേങ്ങ ചമ്മന്തി, പിന്നെ മോര് കാച്ചിയത്. അങ്ങനെ നമ്മുടെ പൊതിച്ചോറെല്ലാം റെഡിയായേ. ഞാൻ തന്ന വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇടുന്ന ഒന്നും കാണിക്കാൻ കേട്ടോ. അപ്പം കറികളെല്ലാം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ കറികളും. പിന്നെ നമുക്കിതൊന്ന് ചൂടോടെ തന്നെ പൊതിഞ്ഞ് വെക്കാം. പൊതിഞ്ഞ് വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് കഴിച്ചാലേ ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ഇലയിലെല്ലാം ആ ഇലേൻ്റെ ആ ഒരു ചൂടിൽ ചോറും കറികളൊക്കെ ഇരുന്ന് ഒന്ന് സെറ്റാവണം. ഇതാണ് നമ്മുടെ പൊതിച്ചോറ്. മീൻ മാത്രമില്ല കേട്ടോ, ചിക്കനുണ്ട്. അപ്പോൾ മീനിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്കിത് പൊതിഞ്ഞെടുക്കാം. പിന്നെ ഞാനിത് പൊതിയട്ടെ ചൂടോടെ തന്നെ. മോരുകറി ഉണ്ട് കേട്ടോ. മോരുകറി നമുക്ക് ഇതിനകത്ത് ഒഴിക്കാൻ പറ്റുള്ളല്ലോ. അപ്പം മോരുകറി ഇവിടെ ഇരിപ്പുണ്ട്. അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കെടുത്ത് കൂട്ടാവേ. അതുകൊണ്ട് മാറ്റി വെച്ചതാണ് മോരുകറി. അങ്ങനെ നമ്മൾ ചോറ് പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറിലാണ് പൊതിഞ്ഞ്. ഇനി നമുക്കിത് എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം കിട്ടുന്നേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഇനി കിട്ടുന്നത് കാണിക്കുന്നില്ല. ഇവിടെ എല്ലാവർക്കും പ്ലേറ്റിലായിരിക്കും കഴിക്കാൻ ഇഷ്ടം, അതുകൊണ്ട് കേട്ടോ ഈ ഒരെണ്ണം ഒഴിഞ്ഞ് കെട്ടിയിട്ടുള്ളൂ. എനിക്ക് വാഴയിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ റിസ്ക് എടുത്ത് പൊതിച്ചോറ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടി എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറൊക്കെ സെറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. തോരൻ കറിയും മുട്ടയും എല്ലാം കൂടി സെറ്റായിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടി ഒന്ന് കഴിച്ച് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. പൊതിച്ചോറിൻ്റെ ഇല തുറന്നപ്പോൾ തന്നെ നല്ല സൂപ്പർ മണം കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും തരാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അടിപൊളി കേട്ടോ. ഞാൻ പറയാണ്ട് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ, ആണ് പൊതിച്ചോറ് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. ചിക്കനൊക്കെ ഉണ്ടോ ഞാൻ തരുന്ന എല്ലാം കൂടെ സെറ്റായിട്ടുണ്ട്. ഒരു ചമ്മന്തിയും എല്ലാം കൂടെ കൂട്ടി നമുക്ക് കഴിക്കാം. അപ്പം ചോറ് കഴിക്കട്ടെ.